ദൃശ്യവിവരണം. ഷാജി വീട്ടിന്റെ മുൻവശത്തെ പടിക്കലിൽ ഒന്നൊന്ന് ജടികെട്ടി ഒരു വാട്ടർ റോക്കറ്റ് സജ്ജീകരിക്കുന്നു. ബിജു ക്രിക്കറ്റ് ബാറ്റ് പിടിച്ച് ഒപ്പമെത്തുന്നു. ഷാജി ചേട്ടാ, നീ എന്താ കെട്ടിയിരിക്കുന്നത്? മിസൈൽ പോലെയാ കാണുന്നത്. മിസൈലല്ലേ ബൈജു, വാട്ടർ റോക്കറ്റ്, സയൻസ് പ്രോജക്റ്റ്. ശരിയായി പോയാൽ നമ്മുടെ തെങ്ങിനേക്കാളും ഉയരത്തിൽ പോകും. തെങ്ങിനേക്കാൾ? അതു കാക്കയെ തൂക്കിയാൽ കാക്ക റോസ്റ്റാകുമോ? അത് കറുത്ത ഭാഗ്യക്കാരനായിക്കണം. പക്ഷെ പേടിക്കണ്ട, ഇതുവരെ ഒരു കാക്കയ്ക്കും ദോഷം വന്നിട്ടില്ല. നീ എല്ലായ്പ്പോഴും കൂളായ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച റോബോട്ടും അതിനു മുൻപ് പ്രകാശമുള്ള ഫാനും. നിനക്കിത്ര സ്മാർട്ടായത് എങ്ങനെയാ ഷാജി ചേട്ടാ? നീ ബ്രെയിൻ ഐസ്ക്രീം വല്ലതും തിന്നോ? ആകാം, അല്ലെങ്കിൽ ഞാൻ പുസ്തകം വായിക്കുന്നതുകൊണ്ടായിരിക്കും. അറിവെന്നത് സൂപ്പർ പവറാണ്. കൂടുതൽ അറിയുമ്പോൾ ഇങ്ങനെ കൂളായ കാര്യങ്ങൾ ചെയ്യാം. ചിന്തിച്ചു. അപ്പൊ ഞാൻ നാളെ മുതൽ വലിയ പുസ്തകങ്ങൾ മാത്രം വായിക്കും, ചിത്രങ്ങളില്ലാത്തത് മുതൽ. അതിന്റെ മികവാണ്. പക്ഷേ ആദ്യം ചിത്രങ്ങളുള്ളവ വായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പടിഞ്ഞാറ് പോലെ ഉറക്കം വരും. ചിരിച്ചുകൊണ്ട്, ശരി ഷാജിച്ചേട്ടാ, പക്ഷേ എനിക്കൊരു വാഗ്ദാനം വേണം. എന്ത്? നീ ഈ റോക്കറ്റുമായി സ്പേസിലേക്ക് പോയാൽ എനിക്ക് കൂടി കൊണ്ടുപോകണം. ഞാനാണ് സ്നാക്ക് കൊണ്ടുവരുന്നത്. ഡീൽ. നീ പഴചിപ്സ് കൊണ്ടുവരണം. ബാക്കി റോക്കറ്റ് ഞാൻ കൈകാര്യം ചെയ്യും. ഇരുപേരും ചിരിക്കുമ്പോൾ തന്നെ റോക്കറ്റ് പൊട്ടിത്തുറന്ന് ഉരുട്ടിക്കയറുന്നു. നേരെ അയൽവാസിയായ ഉണ്ണി അങ്കിളിന്റെ വീട് മുകളിൽ വീഴും. ബിജു ആശ്ചര്യത്തോടെ, ഷാജിച്ചേട്ടാ, നിന്റെ റോക്കറ്റ് ഉണ്ണിയങ്കിളിന്റെ വീട് കയ്യേറിയേ? ഓഹോ, ഇപ്പോൾ ഓപ്പറേഷൻ റോസ്ക്യൂ റോക്കറ്റാണല്ലോ സമയം. റെഡിയാണോ കമാൻഡർ ബിജു? റെഡിയാണു ക്യാപ്റ്റൻ ഷാജി. റൂഫിലേക്കുള്ള മാർച്ച് ആരംഭിക്കട്ടെ. ഇരുവരും മിലിറ്ററി മാർച്ച് പോലെയാണ് നടക്കുന്നത്. ചിരിക്ക ചിരിച്ച് സാഹസപരമായ ഒരു മോഡ്ക്കൊപ്പം.